ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് ഇവരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. കൊച്ചിന് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കാൻ തുടങ്ങി. പിന്നീട് അവർ വന്നിട്ട് ഈശോയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന് വരെ ചെവി കേൾക്കാൻ പറ്റാത്ത എൻ്റെ മകന് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന ഈശോ ചെവി തുറന്ന് തന്നിരിക്കുന്നു. ഒരു ദിവസം ഞങ്ങളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഒരു കുഞ്ഞു കൊച്ച് വിളിച്ചു പറഞ്ഞു, ദേ ഈശോ വരുന്നു, ഈശോ വരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കുടിലേക്കാണ് ചെന്നത്. ഞായറാഴ്ച അവിടുത്തെ കുർബാന എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ എങ്ങനെയായാലും ഉണ്ടാവും ഞായറാഴ്ചത്തെ കുർബാന. ഈ 2 മണിക്കൂർ സമയം ഇവർ ഈശോയുടെ മുമ്പിൽ പാടുകയും ആടുകയും ഉല്ലസിക്കുകയും എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഈശോ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രീതി തന്നെയാണ് നമുക്കുണ്ടാകുക. എൻ്റെ പേര് ഫാദർ ജോബി തറയിൽ MCBS. MCBSൻ്റെ ആഫ്രിക്കൻ മിഷനായ ടാൻസാനിയയിൽ ഏകദേശം 16 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാനായിരിക്കുന്നത് ഒരു സിറ്റി പാരിഷിലാണ്. അപ്പോൾ ഈ സിറ്റി പാരിഷിൽ ഞാനായിരിക്കുമ്പോൾ ജനങ്ങൾ ഒരുപാട് പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാൽ അവർക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവർ കുറേ പെന്തക്കൊസ്തലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും സഭകളിലേക്കൊക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അവർക്ക് ഈശോയെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അവിടെ നമ്മൾ ഒരു ദിവ്യകാരുണ്യ ആരാധന, പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പെർമിഷനോടുകൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടു കൂടിയുള്ള ഒരു ആരാധന നടത്തുവാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം വ്യാഴാഴ്ചകളിൽ പള്ളിയിൽ ഇങ്ങനെയൊരു ആരാധന നടക്കുമ്പോൾ പള്ളിയിൽ ഇരിക്കാനായിട്ട് സ്ഥലമില്ല, അതിന് മാത്രം ആൾക്കാർ വന്ന് നിറയാനായിട്ട് തുടങ്ങി പള്ളിയിൽ. അങ്ങനെ പള്ളിയിൽ ആരാധനയ്ക്ക് വന്ന് ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലൂടെ നമുക്ക് കണ്ണുകൊണ്ട്, നമ്മുടെ പച്ച കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഞാൻ വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് പിശാചി വിളിച്ചു കൂവി ഇറങ്ങിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈശോയുടെ ഒപ്പം മാലാഖമാരുണ്ട്, ഈശോയോടൊപ്പം എല്ലാ വിശുദ്ധന്മാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്നത് എന്നുള്ള ബോധ്യം ചെറിയൊരു ടോക്കുകളിൽ കൂടെ അവർക്ക് കൊടുക്കും. ഇവർ പലപ്പോഴും ഓഫീസിലേക്കൊക്കെ വരാറുണ്ട്. ഇവർ പറയുന്നതാണ്, എനിക്കിങ്ങനെ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ഇങ്ങനെ പീഡകളുണ്ടാകാറുണ്ട്, കുടുംബത്തിൽ കുറേ അനർത്ഥങ്ങൾ നടക്കുന്നുണ്ട്, ജീവിതത്തിൽ തന്നെ കുടുംബങ്ങളിൽ അവരുടെ ജോലി മേഖലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ വരിക, വന്നിട്ട് ഈശോയുടെ മുമ്പിൽ ആരാധനയ്ക്കായിട്ടിരിക്കുക. അതിനുശേഷം ഈശോയോട് പറയുക എന്തൊക്കെയാണ് നിങ്ങളെ ബുദ്ധിമുട്ടുന്നത്. ഞാൻ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ഈശോയെ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ദിവ്യകാരുണ്യ ഈശോ എന്താണെന്ന്, യൂക്രിസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, ബോധ്യമുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആദ്യ കുർബാനയ്ക്ക് പഠിച്ചതല്ലാതെ പ്രത്യേക വേറെ ഒന്നും പഠിച്ചിട്ടില്ല, പിന്നെ കുറേ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അത്രയുള്ള അച്ഛാന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ കൂട്ടുകാരായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ പേര് തരാൻ പറഞ്ഞപ്പോൾ ഏകദേശം 105ഓളം പേര് എനിക്ക് പേര് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, പേരൊക്കെ തന്നത് നല്ല കാര്യം, പക്ഷേ 1 വർഷം നിങ്ങൾ പഠിക്കണം, എന്താണ് ദിവ്യകാരുണ്യം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് അവർ ക്ലാസ്സുകളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു സംഘടന അവിടെ രൂപപ്പെടുത്തിയെടുത്തു, ദിവ്യകാരുണ്യ മിഷണറിമാരുടെ കൂട്ടുകാർ. അപ്പോൾ ദിവ്യകാരുണ്യത്തെ കൂടുതൽ സ്നേഹിക്കുന്ന, ദിവ്യകാരുണ്യത്തെ കൂടുതൽ മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ ക്ലാസ്സിന് പഠിക്കാനായിട്ട് വന്നു. പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേയും കൂടെ ദിവ്യകാരുണ്യത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ച് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കുറേ പേർക്ക് അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയി. സാധാരണ ഭക്തസംഘടനയേക്കാൾ അപ്പുറമായിട്ട് ഇവർക്ക് കുറേ ഡ്യൂട്ടികളൊക്കെ കയറി വന്നു. എല്ലാ വ്യാഴാഴ്ചയും നിർബന്ധമായിട്ടും ഇവർ അഡറേഷനിൽ പങ്കെടുക്കണം എന്നുള്ളത് അതവരുടെ നിയമത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. കിടപ്പ് രോഗികളായിട്ടുള്ളവരെ പോയി കാണുകയും അവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ടും കുമ്പസാരിക്കാനായിട്ടും ഒരുക്കുവാനായിട്ട് ഉള്ളൊരു ദൗത്യം ഇവർക്ക് കൊടുത്തു.
അങ്ങനെ ഒരുക്കിയതിന് ശേഷമാണ് വിശുദ്ധ കുർബാന കൊണ്ടു ചെല്ലുവാനായിട്ട് അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛന്മാരെ ഇവരെ വിളിച്ച് തയ്യാറാക്കുക. അപ്പോൾ ദിവ്യകാരുണ്യത്തോട് കൂടുതൽ അടുത്ത് ആയിരിക്കുവാനായിട്ട്, ആ ദിവ്യകാരുണ്യത്തോട് അടുത്ത് ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ സമയത്ത് കുറച്ച് സമയം തരാം. ആ സമയത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വന്ന് പറയാനായിട്ട് പറഞ്ഞു. ഒരു കൊച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. അവനാണെങ്കിൽ ചെവി കേൾക്കാനും ഒന്നും സാധിക്കുന്നില്ല. ഇവൻ്റെ മാതാപിതാക്കന്മാരാണ് കൊണ്ടുവരുന്നത്. മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യുക, മുടങ്ങാതെ 7 ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിക്കുക, ഒപ്പം വിശുദ്ധ കുമ്പസാരം നടത്തുക, എന്നിട്ട് നിങ്ങൾ വീണ്ടും എൻ്റെ ഓഫീസിലേക്ക് വാ. അങ്ങനെ ഇവർ ഈ 7 ദിവസം ഇവർ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അത് വിശുദ്ധ കുമ്പസാരം നടത്തി കുടുംബം മുഴുവൻ. അതിനുശേഷം അവർ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറഞ്ഞു. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയി അവർ 2 മണിക്കൂർ നേരം പ്രാർത്ഥിച്ചു. 2 മണിക്കൂറിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് ഇവരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ കൊച്ചിന് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കാൻ തുടങ്ങി. ഈ കൊച്ച് ഞാൻ പറയുന്ന പോലെ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ഈശോയെ സ്തുതിക്കാൻ തുടങ്ങി. ഒരു വലിയൊരു അനുഭവമായിരുന്നു. ആ കുടുംബം പിന്നീട് അവർ വന്നിട്ട് ഈശോയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന് വരെ ചെവി കേൾക്കാൻ പറ്റാത്ത എൻ്റെ മകന് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന ഈശോ ചെവി തുറന്ന് തന്നിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെയാണ് ഈശോ നമ്മെ തൊടുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്കും ആ കുടുംബത്തിനും ആ ജനങ്ങൾക്കും സാധിച്ചു. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ഈശോ ആണ്. എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഒരു കുഞ്ഞു കൊച്ച് വിളിച്ചു പറഞ്ഞു, ദേ ഈശോ വരുന്നു, ഈശോ വരുന്നു. വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും ഇവർക്കൊന്നും വീട്ടുകാർക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ കൊച്ചു പള്ളി വരാറുണ്ടായിരുന്നു, അച്ഛനെ കാണാറുണ്ടായിരുന്നുകൊണ്ട് കൊച്ചു പറഞ്ഞു, ദേ ഈശോ വരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കുടിലേക്ക് ചെന്നത്. അപ്പോൾ കുടിലേക്ക് ചെന്നപ്പോൾ ഈ കൊച്ച് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ കുടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ അപ്പാപ്പൻ കട്ടിലിൽ കിടക്കുന്നു, വളരെ ഭയങ്കരമായിട്ട് രോഗമായിട്ടോ എങ്ങനെ കിടക്കുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, ഈശോയെ ഈ അപ്പനെ അനുഗ്രഹിക്കണം, ഈശോയെ ഈ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ നമുക്കറിയാം അവിടുത്തെ വീടുകളുടെ അവസ്ഥയൊക്കെ. എന്നാലും ആ കുഞ്ഞ് ഒരു 4 മരങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്ന അതിന് മുകളിൽ കൂടി ഒരു മൃഗത്തിൻ്റെ പശുവിൻ്റെ ആണെന്ന് തോന്നുന്നു തുകൽ ഇട്ടുകൊണ്ടാണ് അവരങ്ങനെ കട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ അപ്പൻ്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ശരിക്കും ഈശോ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഒരു അനുഭവം. നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കരമായ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയും അവർ പള്ളിയിലേക്ക് വരികയും ചെയ്തു. വിശുദ്ധ കുർബാന അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഞാൻ ആഫ്രിക്കയിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇവിടെ കുറേ ജോലികളുണ്ട്, ജോലി തിരക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെയുള്ളവർക്കുണ്ട്, ജോലികളുണ്ട്, ജോലി തിരക്കുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്നാലും ഞായറാഴ്ച അവർ ശരിക്കും പള്ളിക്കും കുടുംബത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് മാറിയിരിക്കുക. ഞായറാഴ്ച അവിടുത്തെ കുർബാന എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ എങ്ങനെയായാലും ഉണ്ടാവും ഞായറാഴ്ചത്തെ കുർബാന. ഈ 2 മണിക്കൂർ സമയം ഇവർ ഈശോയുടെ മുമ്പിൽ പാടുകയും ആടുകയും ഉല്ലസിക്കുകയും എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഈശോ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു പ്രീതി തന്നെയാണ് നമുക്കുണ്ടാകുക. ഓരോ പാട്ടുകളും ഇവർ പാടുന്നത് അതിൻ്റെ താളത്തോടു കൂടിയാണ്. ഈ താളത്തോടു കൂടെ പാടിക്കഴിയുമ്പോഴത്തേനും ഇവർക്ക് വളരെ ഭംഗിയായിട്ട് ഈശോയെ ആസ്വദിച്ച് സ്വീകരിക്കാനായിട്ട് സാധിക്കും. പലരും പറയാറുണ്ട്, ഈശോയെ സ്വീകരിക്കണം വളരെ നിശബ്ദമായിട്ട് ധ്യാനത്തിലൂടെ. ശരിയാണ്, നിശബ്ദനായിരിക്കണം, ധ്യാനത്തിലൂടെ ആയിരിക്കണം. പക്ഷേ അങ്ങനെ അല്ലാതെയും നമുക്ക് ഈശോയെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെയായിട്ട് സാധിക്കും എന്നുള്ളത് ആഫ്രിക്കൻ ജനതയിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. ഈശോ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈശോയോടൊപ്പം ആനന്ദിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ സമയം പോകുന്നത് അറിയില്ല. പള്ളിയിൽ കയറി ചെന്നിട്ട് ആരും വാച്ച് നോക്കി നിൽക്കാറില്ല. സമയം കൂടുതലായി പോയി എന്ന് പറഞ്ഞ് ആരും കംപ്ലൈൻറ്റ് ചെയ്യാറില്ല. വചനം കുറച്ച് നേരം കൂടുതൽ പങ്കുവെച്ചു എന്നതിൽ അവർക്കാർക്കും വിഷമം തോന്നാറില്ല. കാരണം ഞായറാഴ്ച അവർ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ്, ഈശോയെ കേൾക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ആഫ്രിക്കൻ മിഷനിൽ ആയിരിക്കുമ്പോൾ.
ഒരുപാട് സന്തോഷമുണ്ട് ഈ ജനങ്ങളോട് കൂടെ നടക്കുമ്പോൾ ഈശോയെ നമുക്ക് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് അവരിലേക്കെല്ലാം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.